Hello everyone, welcome to MLT Academy. Road to MSc MLT Entrance 2021 സെക്കൻഡ് പാർട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് റാൻഡം ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പ്രീവിയസ്ലി ഡിസ്കസ്ഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ള ചില റാൻഡം ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മൈക്രോബയോളജിയും പത്തോളജിയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു റാൻഡം ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത്തവണ കുറച്ച് സബ്ജക്റ്റ് ബേസ് ആയിട്ട് ഉള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്തവണ മൈക്രോബയോളജിയിലെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അതിലേക്ക് പോകാം. മൈക്രോബയോളജി MCQ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ ഇൻവെന്റർ ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഈസ് ഓപ്ഷൻ എ റോബർട്ട് കോച്ച്, ഓപ്ഷൻ ബി ആന്റൺ വാൻ ലീവൻഹുക്ക്, ഓപ്ഷൻ സി ഏർണസ്റ്റ് റസ്ക ആൻഡ് ഓപ്ഷൻ ഡി ദിമിത്രി ഇവാനോവ്സ്കി. ദി ആൻസർ ഈസ് ഏർണസ്റ്റ് റസ്ക. അദ്ദേഹമാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടെത്തുന്നത്. ആന്റോൺ വാൻ ലീവൻഹുക്ക് നമുക്കറിയാം, അദ്ദേഹം കണ്ടുപിടിച്ചത് ഈസ് എ ഫാദർ ഓഫ് മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പാണ് അദ്ദേഹം, ലൈറ്റ് മൈക്രോസ്കോപ്പാണ് അദ്ദേഹം കണ്ടുപിടിക്കുന്നത്. ദിമിത്രി ഇവാനോവ്സ്കി ഈസ് അസോസിയേറ്റഡ് വിത്ത് വൈറോളജി. റോബർട്ട് കോച്ച് ഈസ് എ ഫാദർ ഓഫ് മോഡേൺ ബാക്ടീരിയോളജി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പോളിപെപ്റ്റൈഡ് ഇൻ നേച്ചർ ക്യാപ്സ്യൂൾ ഈസ് പ്രസന്റ് ഇൻ ഓപ്ഷൻ എ ബാസിലസ് ആന്ത്രാസിസ്, ഓപ്ഷൻ ബി ബാക്ടീരിയോയിഡ് ഫ്രാജിലിക് ആൻഡ് ഓപ്ഷൻ സി ന്യൂമോകോക്കസ് ആൻഡ് ഓപ്ഷൻ ഡി ക്രിപ്റ്റോകോക്കസ് നിയോഫോമിൻസ്. ദി ആൻസർ ഈസ് ബാസിലസ് ആന്ത്രാസിസ്. ബാക്കിയുള്ള ക്യാപ്സ്യൂളുകളെല്ലാം യൂഷ്വലി പോളിസാക്രൈഡ് ഇൻ നേച്ചറാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, പോളിസാക്രൈഡ് ഇൻ നേച്ചറാണ്. ഇന്റനിങ് പോലുള്ള സ്റ്റെയിൻ വെച്ചിട്ടാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ പോളിപെപ്റ്റൈഡ് ക്യാപ്സ്യൂൾസ് നമ്മൾ മക്ഫൈഡൻ റിയാക്ഷൻ വെച്ചിട്ടാണ് യൂഷ്വലി ഡിറ്റക്ട് ചെയ്യുന്നത്. ബാസിലസ് ആന്ത്രാസിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് ദാറ്റ് പോളിപെപ്റ്റൈഡ് ക്യാപ്സ്യൂൾ. പ്രൊക്കാരിയോട്ടിക് മൈക്രോ ഓർഗാനിസം ദാറ്റ് ഹാവ് നോ സെൽ വാൾ. പ്രൊക്കാരിയോട്ട്സ് ആണ്, ബാക്ടീരിയ ഇസ് എ പ്രൊക്കാരിയോട്ട് ആൻഡ് ദിസ് ദേ ഡു നോട്ട് ഹാവ് എനി സെൽ വാൾ. So simply we can say the bacteria without any cell wall. Option A virus, option B cyanobacteria, option C mycoplasma and option D diatoms. Diatoms ഒക്കെ algae പോലുള്ള ഫോംസ് ആണ്. വൈറസിന് പ്രോകാരിയോട്ടേ അല്ല. സയനോബാക്ടീരിയയ്ക്ക് സെൽ വാളൊക്കെ ഉണ്ട്. But the answer is mycoplasma. The bacteria without any cell wall is called mycoplasma. ഒരിക്കലും ഇതിന് ഇൻവല്യൂഷൻ ഫോമായിട്ട് തെറ്റിദ്ധരിക്കരുത്. ഇൻവല്യൂഷൻ ഫോംസ് ബാക്ടീരിയ ഒരു ആൻറ്റിബയോട്ടിക്സിൻ്റെയോ അല്ലെങ്കിൽ എക്സ്ട്രീം ഹാർഷ് കണ്ടീഷനിൽ വരുമ്പോൾ അതിനെ എസ്കേപ്പ് ചെയ്യാനായിട്ട് ഉണ്ടാവുന്നതാണ് ഇൻവല്യൂഷൻ ഫോംസ്. അതിന് ഒരിക്കലും ഇതുപോലെ സെൽവാളൊന്നും കാണത്തില്ല, പക്ഷേ ഇറ്റ്സ് എൻ ഇൻവല്യൂഷൻ ഫോം. 4 ക്യാരക്ടറിസ്റ്റിക് ടംബ്ലിംഗ് മോട്ടിലിറ്റി ഷോൺ ബൈ. കഴിഞ്ഞ MCQ സീരീസിൽ നമ്മൾ ഇതിനെപ്പറ്റി ലിസ്റ്റീരിയ എന്ന് പറഞ്ഞ ഓർഗാനിസിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇവിടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ക്യാരക്ടറിസ്റ്റിക് ടംബ്ലിംഗ് മോട്ടിലിറ്റി ഈസ് ഷോൺ ബൈ ഓപ്ഷൻ എ ലിസ്റ്റീരിയ, ഓപ്ഷൻ ബി സ്പൈറോക്കേറ്റ്സ്, ഓപ്ഷൻ സി കാമ്പലോബാക്ടർ ആൻഡ് ഓപ്ഷൻ ഡി മൈക്കോപ്ലാസ്മ. ദി ആൻസർ ഈസ് ലിസ്റ്റീരിയ. ലിസ്റ്റീരിയ ഈ ടംബ്ലിംഗ് മോട്ടിലിറ്റി എപ്പോഴും കാണാൻ പറ്റില്ല. 25 ഡിഗ്രി സെൽഷ്യസിൽ മാത്രമേ ഇത് ആ ടംബ്ലിംഗ് മോട്ടിലിറ്റി കാണിക്കത്തുള്ളൂ. സ്പൈറോക്കേറ്റ്സ് നമുക്കറിയാം കോർക്ക് സ്ക്രൂ മോട്ടിലിറ്റി ആണ്. മൈക്കോപ്ലാസ്മ ഒരു ഗ്ലൈഡിംഗ് മോട്ടിലിറ്റി ആണ്, അല്ലെങ്കിൽ ഫാളിംഗ് ലീഫ് മോട്ടിലിറ്റി ആണ്. ലൈക്ക് ട്രൈക്കോമോണസ് വജൈനാലിസിൻ്റെ ജെർക്കി മോഷൻ ആണെങ്കിലും നമ്മുടെ മൈക്കോപ്ലാസ്മയ്ക്ക് എപ്പോഴും ഉള്ളത് ആ ഫാളിംഗ് ലീഫ് മോട്ടിലിറ്റി ആണുള്ളത്. അപ്പോൾ ആൻസർ ഈസ് ലിസ്റ്റീരിയ. ഫോർ അമീസ് ടെസ്റ്റ് ആൻഡ് ഓക്സോട്രോഫിക് ഹിസ്റ്റഡീൻ റിക്യൂറിംഗ് ടെസ്റ്റ് ഓഫ് ഡാഷ് ഈസ് യൂസ്ഡ്. അമീസ് ടെസ്റ്റിന് ഹിസ്റ്റഡീൻ റിക്യൂറിംഗ് സ്ട്രെയിൻ ഓഫ് ഡാഷ് ഈസ് യൂസ്ഡ്. ഓപ്ഷൻ എ എസ്ട്രീഷ്യ കോളെ, ഓപ്ഷൻ ബി സാൽമോണല്ല ടൈഫി, ഓപ്ഷൻ സി സാൽമോണല്ല ടൈഫി മ്യൂരിയം, ഓപ്ഷൻ ഡി സീഡോമോണസ്. ദി ആൻസർ ഈസ് സാൽമോണല്ല ടൈഫി മ്യൂരിയം. മ്യൂട്ടേഷൻ ഉണ്ടോ ഇല്ലേ എന്ന് ഡിറ്റക്ട് ചെയ്യാനായിട്ടുള്ള മ്യൂട്ടേഷൻ ടെസ്റ്റാണ്, മ്യൂട്ടേഷൻ ഡിറ്റക്ടിങ് ടെസ്റ്റാണ് അമീസ് ടെസ്റ്റ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സാൽമോണല്ല ടൈഫി മ്യൂരിയം ആണ്. അതിന് ഹിസ്റ്റഡീൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള മീഡിയത്തിൽ വളർത്തും. യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് യൂസ്ഡ് ഫോർ വൈറസസ് ആൻഡ് ഈക്വൽ ടു ബില്യൺ ഓഫ് എ മീറ്റർ ഈസ് ഓപ്ഷൻ എ മൈക്രോമീറ്റർ, ഓപ്ഷൻ ബി നാനോമീറ്റർ, ഓപ്ഷൻ സി ആംസ്ട്രോങ് യൂണിറ്റ് ആൻഡ് ഓപ്ഷൻ ഡി മില്ലിമീറ്റർ. ഓപ്ഷൻ ഈസ് ആൻസർ ഈസ് നാനോമീറ്റർ. ഓപ്ഷൻ ബി അതാ നാനോമീറ്റർ ആണ് എൻ്റെ ആൻസർ. നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁹ ആണ്. ഒരു മീറ്ററിൻ്റെ 10⁻⁹ ആണ് നാനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയാണ്. വൈറസിനെ അളക്കാനായിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ നാനോമീറ്റർ ക്വാണ്ടിറ്റി തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7, ട്രാൻസ്ഫോർമേഷൻ ഇൻ ബാക്ടീരിയ വാസ് ഡിസ്കവേർഡ് ബൈ ഫ്രെഡറിക് ഗ്രിഫ്റ്റ്, മക്കാർട്ട്നി, ലിഡർബർഗ്, ബാർബറ മക്ലിൻടോക്ക്. ആൻസർ ഈസ് ഫ്രെഡറിക് ഗ്രിഫ്റ്റ്. ഗ്രിഫ്റ്റിൻ്റെ എക്സ്പെരിമെൻറ്റിനെ പറ്റി നമുക്ക് വളരെ കോമൺ ആയിട്ട് അറിയാം. അദ്ദേഹം ന്യൂമോകോക്കസിൻ്റെ സ്മൂത്ത് സ്ട്രെയിനും റഫ് സ്ട്രെയിനും എടുത്തതും സ്മൂത്ത് സ്ട്രെയിൻ ഇഞ്ചെക്ട് ചെയ്തപ്പോഴത്തേക്ക് മൗസ് മരിക്കുന്നു, റഫ് സ്ട്രെയിൻ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ മൗസ് മരിക്കുന്നില്ല, അവസാനം രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇഞ്ചെക്ട് ചെയ്തപ്പോൾ മൗസ് മരിക്കുന്നു. ആ ഒരു എക്സ്പെരിമെൻറ്റ് വളരെ കോമൺ ആണ്, +2 മുതൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്.
that is established the process of transformation, that is a transformation of naked DNA from one bacterium to another bacterium. Now, fractional sterilization was discovered by option A, Louis Pasteur, option B, Robert Koch, option C, Joseph Lister, option D, John Tyndall. ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ എന്ന് ചോദിച്ചുകൊണ്ട് മാത്രം നമുക്കൊരു ഡൗട്ട് വരാം. പക്ഷേ ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷന് വേറെ പേരുണ്ട്. ദാറ്റ് ഇസ് കാൾഡ് ടിൻഡലൈസേഷൻ. സോ ദി ആൻസർ ഈസ് ജോൺ ടിൻഡൽ. ജോൺ ടിൻഡൽ ഡിസ്കവേർഡ് ടിൻഡലൈസേഷൻ. അതായത് പല പല ടെമ്പറേച്ചറുകളിൽ പല ടെമ്പറേച്ചറിൽ പല ഇൻ്റർവെല്ലുകളിൽ, അതായത് ഫ്രാക്ഷനുകളായിട്ട് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് നമ്മൾ സമയത്ത് ഈ മീഡിയ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് ഹീറ്റ് ചെയ്യുന്നതിനാണ് ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏറ്റവും കോമൺ ആയിട്ട് ടിൻഡലൈസേഷനിലാണ് നമ്മൾ കാണുന്നത്. സോ ദി ആൻസർ ഈസ് ജോൺ ടിൻഡൽ. 9. Gull wing shaped bacterium is option A, Campylobacter, option B, Spirillum, option C, Vibrio cholera, and option D, Corynebacterium diphtheria. Answer is Campylobacter. സ്പൈറലത്തിന് ഓൾവേസ് ആ സ്പൈറൽ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. വിബ്രിയോ കോളറ ഇസ് എ കോമ ഷേപ്ഡ് ഓർഗാനിസം. കോർണിബാക്ടീരിയം ഡിഫ്തീരിയ, അതിന് അതിൻ്റെ ഷേപ്പ്, അത് യൂണിഫോം ലെറ്റർ അറേഞ്ച്മെൻറ്റിൽ ഇരിക്കുന്ന ഒരു ഷേപ്പ് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്നതാണ്. ദർ ഇസ് എ പിക്ചർ റിഗാർഡിംഗ് ദി ഗൾ വിങ് അപ്പിയറൻസ് ഓഫ് Campylobacter. Now, biological indicator used to assess effective sterilization by filtration. അതായത് നമ്മൾ പല ബയോളജിക്കൽ കൺട്രോൾസും സ്റ്റെറിലൈസേഷന് വേണ്ടി യൂസ് ചെയ്യും. അതിൽ ഫിൽട്രേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഏതാണ്? ഓപ്ഷൻ എ, ക്ലോസ്ട്രിഡിയം ടെറ്റനി, ഓപ്ഷൻ ബി, ബാസിലസ് സ്റ്റീറോതെർമോഫിലസ്, ഓപ്ഷൻ ബി, ബാസിലസ് സബ്റ്റിലിസ്. ദി ആൻസർ ഈസ് സെറേഷ്യ. ക്ലോസ്ട്രിഡിയം ടെറ്റനി ആൻഡ് ബാസിലസ് സ്റ്റീറോതെർമോഫിലസ് ഈസ് വെരി കോമൺലി എംപ്ലോയിഡ് ഫോർ ടെമ്പറേച്ചർ കൺട്രോളാണ്. ടെമ്പറേച്ചർ ഉള്ള, അതായത് ഓട്ടോക്ലേവിന് വേണ്ടിയിട്ടും ഹോട്ട് എയറോവിന് വേണ്ടിയിട്ടാണ് ബാസിലസ് സ്റ്റീറോതെർമോഫിലസും ക്ലോസ്ട്രിഡിയം ടെറ്റനിയൊക്കെ യൂസ് ചെയ്യാറുള്ളത്. Medium used to isolate urinary pathogen is CLED, XLD, TCBS, DCA. ഇതിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം XLD യൂറിനറി പത്തോജനല്ല, ഫീക്കൽ പത്തോജനാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. TCBS, വിബ്രിയോ കോളറയ്ക്കുള്ള സ്പെസിഫിക് മീഡിയം. DCA അഗെയിൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫീക്കൽ പത്തോജൻസ്. ദി ആൻസർ ഇസ് CLED, സിസ്റ്റീൻ ലാക്ടോസ് ഇലക്ട്രോലൈറ്റ് ഡെഫിഷ്യന്റ് മീഡിയം. ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദാറ്റ് യൂറിനറി പത്തോജൻസ്. Pike's medium is a transport medium for option A, Neisseria, option B, Staphylococcus, option C, Streptococcus, option D, Salmonella. സാമ്പിളുകളിൽ വൾണറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് ഡൈ ആയി പോകാൻ ചാൻസ് ഉള്ള ഓർഗാനിസത്തിനെ ലബോറട്ടറിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് നമ്മൾ ഇത്തരത്തിലുള്ള മീഡിയകൾ യൂസ് ചെയ്യുന്നത്. അതിൽ പൈക്ക് മീഡിയ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ആൻസർ ഈസ് സ്ട്രെപ്റ്റോകോക്കസ്. ചില സ്വാബുകളൊക്കെ ഈ പൈക്സ് മീഡിയയിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇത് ഈ ഓർഗാനിസം ഓക്സിഡേഷനും മറ്റ് ഇൻഹിബിറ്റിംഗ് ഏജൻസിൻ്റെയൊക്കെ പ്രസൻസിൽ നിന്ന് ആ ഓർഗാനിസത്തിനെ രക്ഷിക്കുന്നു. Next question is 2 indicator containing medium: XLD, TCBS, mannitol salt agar, DCA. The answer is TCBS. അവിടെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് തൈമോൾ ബ്ലൂവും ബ്രോമോ തൈമോൾ ബ്ലൂവും ആണ്. അതായത് ആദ്യം ഈ മീഡിയം കുറച്ച് ഒരു ജസ്റ്റ് ബിറ്റ് ആൽക്കലൈൻ പി എച്ചിലായിരിക്കും, പക്ഷേ എൻ പ്രോഡക്റ്റ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് ആസിഡ് പ്രൊഡക്ഷൻ ആണ്. സൂക്രോസ് പ്രൊഡക്ഷൻ ബൈ വിബ്രിയോ കോളറാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഒന്ന് ഡിറ്റക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റേഞ്ചിൽ മറ്റൊരു ബെറ്റർ കളർ വരുന്ന എല്ലാ റേഞ്ചും കവർ ചെയ്യണം. അത്രയും അസിഡിക് റേഞ്ചും കവർ ചെയ്യുന്ന, അത്രയും ആൽക്കലൈൻ റേഞ്ചും കവർ ചെയ്യുന്നത്. സിംഗിൾ ഇൻഡിക്കേറ്റേഴ്സ് ആർ വെരി റയർ, അല്ലെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളത് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ 2 ഇൻഡിക്കേറ്റേഴ്സ് അവിടെ യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് സെൻറ്റേഡ് കോളനീസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ XLD എക്സെപ്റ്റ് സാൽമോണല്ല ടൈഫി, സാൽമോണല്ല ടൈഫി മ്യൂരിയം, സാൽമോണല്ല പാരാടൈഫി എ, സാൽമോണല്ല പാരാടൈഫി ബി. ദി ആൻസർ ഈസ് സാൽമോണല്ല പാരാടൈഫി എ. ഈ കൊടുത്തിരിക്കുന്ന പിക്ചർ ഈ റെഡ്സ് ബ്ലാക്ക് സെൻറ്റേഡ് ഉള്ള കോളനീസ് ഉള്ള ഓർഗാനിസം ആണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് സാൽമോണല്ല പാരാടൈഫി H2S പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. H2S പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസം മാത്രമേ ബ്ലാക്ക് സെൻറ്റേഡ് കോളനീസ് XLDയിൽ ഉണ്ടാക്കത്തുള്ളൂ. നെക്സ്റ്റ്, ദ ഫസ്റ്റ് പേഴ്സൺ ടു എംപ്ലോയ് ആൻറ്റിസെപ്സിസ് ഇൻ സർജറി. അഗെയിൻ എത്രയെങ്കിലും തവണ, കുറേ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓപ്ഷൻ എ ജോസഫ് ലിസ്റ്റർ, ഓപ്ഷൻ ബി ഇഗ്നാസ് സെമൽവൈസ്, ഓപ്ഷൻ സി റോബർട്ട് കോച്ച് ആൻഡ് ഓപ്ഷൻ ഡി എഡ്വാർഡ് ജെന്നർ. ദി ആൻസർ ഈസ് ജോസഫ് ലിസ്റ്റർ, who introduced phenolic compounds ആണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. Now, quorum sensing is related to option A, apoptosis, option B, biofilms, option C, protein synthesis, and option D, phagocytosis. ഇത് കുറച്ചധികം റയർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ദി ആൻസർ ഈസ് ബയോഫിലിംസ്. ബയോഫിലിംസ് എന്ന് പറയുന്നത് നമ്മുടെ
ഒക്കെ ജീവിതത്തിൽ നിത്യം നമ്മൾ കണ്ടുവരുന്ന ഒരു സാധനമാണ് ബയോഫിലിംസ്. നമ്മൾ പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യാറില്ല. നമ്മുടെ മേശപ്പുറത്തോ അല്ലെങ്കിൽ നമ്മുടെ ക്ലിയർ ആയിട്ടുള്ള ബോഡി സർഫസുകളിലോ മറ്റൊക്കെ നമ്മൾ കോമൺ ആയിട്ട് അല്ലെങ്കിൽ പൈപ്പുകളിലൊക്കെ ഈ ബയോഫിലിംസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ബയോഫിലിംസിൽ ഈ ബാക്ടീരിയകളെല്ലാം ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ, പോളിസാക്കറൈഡ് ലെയറൊക്കെ ഇങ്ങനെ ഫോം ചെയ്യും. അപ്പോൾ അങ്ങനെ ഫോം ചെയ്യുമ്പോൾ അതിനെല്ലാത്തിനും കോമൺ ആയിട്ടുള്ളൊരു മെറ്റബോളിസവും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഈ ക്യോറം സെൻസിങ്. എത്ര പേര് ആ ബയോഫിലിമിനകത്ത് ഉൾക്കൊള്ളിക്കണം എന്നൊക്കെ പറയുന്ന ഒരു പർട്ടിക്കുലർ ബയോകെമിക്കൽ മെക്കാനിസമാണ് ക്യോറം സെൻസിങ്. Now, Acanthamoeba causes option A keratitis, option B granulomatous amoebic encephalitis, option C primary amoebic meningoencephalitis, D liver abscess. The answer is granulomatous amoebic encephalitis. Primary amoebic encephalitis ഉണ്ടാക്കുന്നത് നെഗ്ലേറിയാണ്. നെഗ്ലേറിയാസിസ് എന്നും PAM അല്ലെങ്കിൽ പ്രൈമറി അമീബിക് മെനിഞ്ചോഎൻസെഫലൈറ്റിസിൻ്റെ പേരുണ്ട്. കെരാറ്റൈറ്റിസ് കോമൺലി നമ്മൾ പറയുന്നത് ബാലമുത്തിയ മണ്ടലാരിസ് ആണ് അത് ഉണ്ടാക്കുന്നത്. പക്ഷേ എക്കാന്തമീബ ഉണ്ടാകും. പക്ഷേ എക്കാന്തമീബയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള ഇൻഫെക്ഷനിൽ പ്രൈമറി നമ്മൾ പറയുന്നത് ഗ്രാനുലോമാറ്റസ് അമീബിക് എൻസെഫലൈറ്റിസ് ആണ്. Now, next is Endero test is used for the diagnosis of the following except. Again, except നമ്മൾ വായിക്കേണ്ടതുണ്ട്. ഓപ്ഷൻ എ ജിയാർഡിയ ലാംബ്ലിയ, ഓപ്ഷൻ ബി ക്രിപ്റ്റോസ്പൊറിഡിയം, ഓപ്ഷൻ സി ക്ലോണാർക്കിസ് ആൻഡ് ഓപ്ഷൻ ഡി ബാലന്റിഡിൻ കോളി. ആൻസർ ഈസ് ബാലന്റിഡിൻ കോളി. എന്താണ് ഈ എൻഡറോ ടെസ്റ്റ് ചെയ്യുന്നത്? അവിടെ ഒരു ജെലാറ്റിൻ ക്യാപ്സ്യൂള് നമ്മൾ ആളോട് അല്ലെങ്കിൽ ഈ സസ്പെക്ട് ചെയ്യുന്ന പേഷ്യൻറ്റിനോട് വിഴുങ്ങാൻ പറയും. അവരുടെ സ്മാൾ ഇൻറ്റസ്റ്റൈൻ വരെ ഈ ക്യാപ്സ്യൂൾ പോകത്തുള്ളൂ. അപ്പോൾ സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ പറ്റിയിരിക്കുന്ന ഏതെങ്കിലും ടൈപ്പ് ജിയാർഡിയ ലാംബ്ലിയോ ക്രിപ്റ്റോസ്പൊറിഡിയമോ ക്ലോണാർക്കിസോ ഉണ്ടെങ്കിൽ ഇതിനകത്ത് പറ്റിയിരിക്കും. പിന്നെ അതിന് തിരിച്ചെടുത്തതിന് ശേഷം നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ എക്സാമിൻ ചെയ്യാൻ പറ്റും. ബാലന്റിഡിൻ കോളി ലാർജ് ഇൻറ്റസ്റ്റൈനിലാണുള്ളത്. അതൊരിക്കലും ഈ സ്മാൾ ഇൻറ്റസ്റ്റൈൻ വരെ എത്തുന്ന എൻഡറോ ടെസ്റ്റിൽ കിട്ടത്തില്ല. Number 19, number of flagella present in trophozoite of Trichomonas vaginalis. The option A 5, option B 4, option C 8 and option D 6. The answer is 5. നമ്മൾ കാണുമ്പോൾ 4 ആവത്തുള്ളൂ. പക്ഷേ 5th ഫ്ലജല്ലയും അതിനകത്തുണ്ട്. പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. Now 20, promasticode form of Leishmania donovani is present in A macrophages, B bone marrow, C spleen, D in culture. The answer, it is seen only in culture. Macrophage, bone marrow, spleen, that is in ബോഡിയിൽ ഇത് കാണുന്നത് എമാസ്റ്റിഗോഡ് എന്ന് പറയുന്ന ഫോമിലാണ്. ലീഷ്മാനിയ ഡോണോവാനി. It is found in the form of emastigode in tissues. Sequestration of parasites is the pathogenesis of option A Plasmodium vivax, option B Plasmodium falciparum, option C Plasmodium malariae and option D Plasmodium ovale. The answer is Plasmodium falciparum. Plasmodium falciparum സംബന്ധിച്ച് ഒട്ടേറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ബ്ലാക്ക് വാട്ടർ ഫീവർ പ്രൊഡ്യൂസ്ഡ് ബൈ Plasmodium falciparum. മാലിഗ്നന്റ് ടെർഷ്യൻ മലേറിയ പ്രൊഡ്യൂസ്ഡ് ബൈ Plasmodium falciparum. ബനാന ഷേപ്ഡ് ട്രോഫോസോയിഡ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ പറ്റും. അങ്ങനെ പ്ലാസ്മോഡിയം വൈവാക്സിനെ സംബന്ധിച്ചോളം റിലാപ്സിങ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒക്കെ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. റിക്രൂഡസെൻസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു സ്ലൈഡിൽ പഠിക്കുന്നതായിരിക്കും. 22, മാൾട്ടേസ് ക്രോസ് സീൻ ഇൻ പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഒവാലെ, ബെബേസിയ ആൻഡ് പ്ലാസ്മോഡിയം നോലസി. ദി ആൻസർ ഈസ് ബെബേസിയ. നമുക്കിവിടെ കണ്ടാലറിയാം RBC തന്നെ ബാധിക്കുന്ന ഒരു പാരസൈറ്റ്സ് ആണ് ബെബേസിയ. കോമൺലി അത് അനിമൽസിലാണ് കാണപ്പെടുന്നത്. പക്ഷേ ഹ്യൂമൻസിൽ ഇതുണ്ടാവാം. അതിൻ്റെ ട്രോഫോസോയിഡ്സുകളെല്ലാം ഇങ്ങനെ നിരന്നിരിക്കുമ്പോൾ നമുക്ക് ഒരു മാൾട്ടേസ് ക്രോസ് പോലെ തോന്നാം. Now, tachyzoids form is seen in Toxoplasma, Cryptosporidium, Cyclospora and Sacrocystis. The answer is Toxoplasma. ടോക്സോപ്ലാസ്മയുടെ ആ ബനാന ഷേപ്പ്ഡ് അല്ലെങ്കിൽ കോമ ഷേപ്പ്ഡ് ടാക്കിസോയിഡ്സ് വളരെ ഇമ്പോർട്ടൻറ്റ്. ടാക്കിസോയിഡ്സ് മീൻ ടാക്കിക്കാർഡിയ പോലെ. ടാക്കിക്കാർഡിയ മീൻസ് ഇൻക്രീസ് ഹാർട്ട് ബീറ്റ്. ഭയങ്കര പെട്ടെന്ന് ഡിവൈഡ് ചെയ്യാൻ എബിലിറ്റി ഉള്ള സാധനങ്ങളാണ് ഈ ടാക്കിസോയിഡ്സ്. ബ്രാഡിസോയിഡ്സും ഈ ടാക്സോപ്ലാസ്മയായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ബട്ട് ദേ ആർ വെരി സ്ലോലി ഡിവൈഡിങ്. Now, man acts as accidental intermediate host of Hymenophysis nana, Taenia saginata, Diphyllobothrium lactum, Echinococcus granulosus. The answer is Echinococcus granulosus. Dog tapeworm, അതാണ് അതിൻ്റെ definitive host. Now, egg demonstrated in sputum microscopy for the diagnosis of Schistosoma mansoni, Schistosoma japonicum, Paragonimus westermani, Phaseolopsis busci. So, നമ്മൾ കോമൺ ആയിട്ട് സ്പ്യൂട്ടത്തിൽ നമ്മൾ
എന്തെങ്കിലും പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അല്ലെങ്കിൽ ലങ്സ് ആ ഒരു റെസ്പിറേറ്ററി ട്രാക്കിൽ ബാധിക്കുന്ന ഒരു പാരസൈറ്റ് ഉണ്ടെങ്കിൽ രണ്ടെണ്ണമാണ് കോമൺ ആയിട്ട് പറയുന്നത്. അതിലൊന്ന് അസ്കാരിസ് ആണ്. പക്ഷേ അസ്കാരിസിൻ്റെ എഗ്ഗ് ഒന്നും നമ്മൾ ഒരിക്കലും നമ്മൾ സ്പ്യൂട്ടത്തിൽ എക്സ്പെക്ട് ചെയ്യരുത്. അല്ലെങ്കിൽ അതൊരു കഫ് ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് സ്പ്യൂട്ടത്തിലൂടെയും നമ്മൾ യൂഷ്വലി അസ്കാരിസിനെ ഡിറ്റക്ട് ചെയ്യാറില്ല. So the answer is only, we can say that if this parasite in associated with sputum, we can say only Paragonimus westermanni. That is the answer. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ സെഷൻ മൈക്രോബയോളജി 25 ക്വസ്റ്റ്യൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 25 ക്വസ്റ്റ്യന് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഈ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെപ്പോഴും എക്സാം പ്രിപ്പറേഷൻ ആദ്യം നമ്മൾ എടുക്കേണ്ടത്. കാരണം അത് പിന്നെയും റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു 40% അല്ലെങ്കിൽ 25 മുതൽ 40% ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിരിക്കും എപ്പോഴും ഏതൊരു MSc എൻട്രൻസ് എക്സാം ക്വസ്റ്റ്യൻസിന്. അല്ലെങ്കിൽ അതിൻ്റെ അതേ മോഡലുള്ളതായിരിക്കും 50% റിപ്പീറ്റ് വരുന്നത്, അതുമായിട്ടൊക്കെ ബന്ധമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ MSc MLT എൻട്രൻസിനല്ല ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ PSC ആവട്ടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കുക വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കാനും ഒക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക.